നാറുന്ന ഗ്രീസ്, ഡെങ്കിപ്പനി പടരുന്ന ശ്രീലങ്ക, പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് വീടൊരുക്കുന്ന ഒരു എഞ്ചിനീയർ. നമസ്കാരം, ദ വേൾഡ് ഇൻ എ വീക്കിലേക്ക് സ്വാഗതം. ഗ്രീസിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസിനോട് അടുക്കുകയാണ്. വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന ആഥൻസിൽ ഇത് 42 ഡിഗ്രി കടക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. താപനില പോലെ തന്നെ മറ്റൊന്നുകൂടി ഗ്രീസിൽ കുതിച്ചുയരുകയാണ്: തെരുവിലെ മാലിന്യം. ഗ്രീസിലെ മുനിസിപ്പൽ തൊഴിലാളികൾ മാലിന്യ നീക്കം നിർത്തിയിട്ട് 10 ദിവസം പിന്നിട്ടു. പണിമുടക്കിലാണ് തൊഴിലാളികൾ. സർക്കാർ പലവട്ടം ചർച്ച നടത്തി. 10,000 തൊഴിലാളികളാണ് പണിമുടക്കുന്നത്. കരാർ തൊഴിലാളികളാണിവർ. കടത്തിൽ മുങ്ങി നിൽക്കുന്ന സർക്കാർ ഇപ്പോഴും കടം വാങ്ങിയാണ് പിടിച്ചു നിൽക്കുന്നത്. IMFും യൂറോപ്യൻ ബാങ്കുമെല്ലാം കടം കൊടുക്കുന്നതിനൊപ്പം കടുത്ത ചെലവ് ചുരുക്കൽ നിബന്ധനയും വച്ചിട്ടുണ്ട്. ചെലവ് ചുരുക്കലിന്റെ പ്രശ്നമാണ് തൊഴിലാളികളും അനുഭവിക്കുന്നത്: തൊഴിൽ സുരക്ഷയില്ലായ്മ. ഏതു സമയവും പിരിച്ചുവിടപ്പെടാമെന്നതാണ് ഇവരുടെ അവസ്ഥ. ഇവരിൽ നല്ലൊരു ശതമാനത്തിന്റെയും കരാർ കാലാവധി കഴിഞ്ഞു. വർഷങ്ങളായി കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരെയെങ്കിലും സ്ഥിരപ്പെടുത്തണമെന്നാണ് പണിമുടക്കുന്നവരുടെ ആവശ്യം. ടൺ കണക്കിന് മാലിന്യമാണ് ഇതുമൂലം തെരുവിൽ കൂടിക്കിടക്കുന്നത്. ഇവ പകർച്ചവ്യാധികൾക്ക് ഇടയാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. മരവിച്ചു നിൽക്കുന്ന ഗ്രീക്ക് സമ്പദ് വ്യവസ്ഥയെ അല്പമെങ്കിലും ചലിപ്പിക്കുന്നത് വിനോദസഞ്ചാരമാണ്. നാറുന്ന നഗരങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾ വരാൻ മടിക്കുന്നത് സമ്പദ് രംഗത്തെ കൂടുതൽ കഷ്ടത്തിലാക്കും. വല്ല വിധേനയും സമരം പരിഹരിച്ചാലും കൂടുതൽ പ്രശ്നം ഗ്രീക്ക് സർക്കാരിനെ കാത്തിരിപ്പുണ്ട്. കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ച ശുചീകരണ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഗ്രീസിലെ ഉന്നത കോടതികളിലൊന്ന് കഴിഞ്ഞ മാസം ഉത്തരവിറക്കിയിരുന്നു. ഇവരെ പിരിച്ചുവിട്ട് പുതിയവരെ എടുക്കാമെന്ന് വെച്ചാൽ അതും സാധ്യമല്ല. ഗ്രീസിന് കടം കൊടുക്കുന്നവർ പുതിയ നിയമനങ്ങൾ പാടില്ലെന്ന് നിർദ്ദേശം വെച്ചിട്ടുണ്ട്. കേരളത്തിൽ എന്ന പോലെ ശ്രീലങ്കയിലും ഡെങ്കിപ്പനി പടരുകയാണ്. 200 പേർ ഇതിനകം പനി പിടിച്ച് മരിച്ചു. 63,000 പേരെ ഡെങ്കിപ്പനി വൈറസ് ബാധിച്ചിട്ടുണ്ട്. ടൈപ്പ് 2 വൈറസാണ് മിക്കവരെയും ബാധിച്ചിരിക്കുന്നത്. പനി പടരുന്നത് തടയാനും വൈറസ് ബാധിതരെ ചികിത്സിക്കാനും അടിയന്തര നടപടി വേണമെന്ന് ആരോഗ്യ പ്രവർത്തകർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മാലിന്യമാണ് ശ്രീലങ്കയുടെയും പ്രശ്നം. മാലിന്യ കൂമ്പാരം ഇടിഞ്ഞു വീണ് 32 പേർ മരിച്ചത് ഇക്കഴിഞ്ഞ ഏപ്രിലിലാണ്. വഴിയരികിൽ കൂട്ടിയിടുന്ന മാലിന്യം മറ്റൊരിടത്തേക്ക് മാറ്റാനോ സംസ്കരിക്കാനോ സൗകര്യമില്ലാത്തതിനാൽ അവ അങ്ങനെ തന്നെ കിടക്കുകയാണ്. കൊതുകുകളുടെ പ്രജനന കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണിവ. മാലിന്യ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ രാജ്യം പകർച്ചവ്യാധിയുടെ പിടിയിലാകുമെന്ന് ആരോഗ്യമന്ത്രി രഞ്ജിത സെനാരത്നെ പറയുന്നു. കഴിഞ്ഞ വർഷം ശ്രീലങ്കയിൽ ഡെങ്കിപ്പനി ബാധിച്ചത് 55,000-ഓളം പേരെയാണ്. ഇതിൽ 78 പേരാണ് മരിച്ചത്. ഇത്തവണ മരണം ഇതിന്റെ ഇരട്ടിയിലേറെയായിരിക്കുന്നതാണ് രാജ്യത്തെ ആശങ്കയിലാക്കിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് കൊണ്ട് റോഡ് ഉണ്ടാക്കുന്ന സാങ്കേതികവിദ്യ മലയാളികൾക്കറിയാം. സാങ്കേതികവിദ്യ അറിയില്ലെങ്കിലും അങ്ങനെ കേട്ടിട്ടെങ്കിലുമുണ്ട്. എന്നാൽ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് വീടുണ്ടാക്കുന്നു എന്ന് കേട്ട് കാണില്ല. ഒന്നല്ല, 25 വീടുകളാണ് പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും കളിവീടല്ല, താമസിക്കാവുന്ന വീടുകൾ. അൾജീരിയയിലാണ് വീടുകൾ. താത്തെ ലഹിബി ബൈക്ര എന്ന 27-കാരൻ എഞ്ചിനീയറുടെ ആശയമാണ് പ്ലാസ്റ്റിക് കുപ്പി വീട്. പടിഞ്ഞാറൻ സഹാറയിൽ വർഷങ്ങളായി അഭയാർത്ഥികളായി കഴിയുന്നവർക്ക് വെയിലിൽ നിന്നും മഴയിൽ നിന്നും മരുക്കാറ്റിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ട് കഴിയാനുള്ള പാർപ്പിടം. 50 ഡിഗ്രിക്ക് മുകളിലാണ് മരുഭൂമിയിലെ ചൂട്. അന്നത്തെ അന്നം പോലും പലപ്പോഴും അപരന്റെ കാരുണ്യത്തിൽ ലഭിക്കുന്ന ഇവർക്ക് വലിയ തുകയ്ക്ക് വീട് വയ്ക്കുക എന്നത് സ്വപ്നം പോലുമല്ല. അപ്പോഴാണ് താത്തെ ഈ ആശയം അവതരിപ്പിച്ച് നടപ്പാക്കിയത്. ചുട്ടുപൊള്ളുന്ന വെയിലിൽ തകരമടിച്ച വീട്ടിൽ കഴിഞ്ഞതിൻ്റെയും മരുക്കാറ്റിൽ തകരം പറന്നുപോയി മഴ നനഞ്ഞതിൻ്റെയും എല്ലാം അനുഭവം താത്തേക്കുമുണ്ട്. സ്വന്തം മുത്തശ്ശിക്ക് ഇതിൽ നിന്നെല്ലാം സംരക്ഷണം നൽകാനാണ് താത്തെ ആദ്യ പ്ലാസ്റ്റിക് വീട് കെട്ടിയത്. വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികളിൽ മണ്ണ് നിറച്ചതാണ് ഈ കെട്ടിടങ്ങളുടെ ഇഷ്ടിക. സിമന്റും മണ്ണും വൈക്കോലും ചേർത്ത് കുഴച്ചതാണ് ചാന്ത്. വട്ടത്തിലാണ് വീടുകളെല്ലാം. മരുക്കാറ്റ് പറത്തിക്കൊണ്ടുവരുന്ന മണ്ണ് അടിഞ്ഞുകൂടാതിരിക്കാനാണിത്. പിന്നെ സൂര്യരശ്മി നേരിട്ട് പതിക്കുന്നത് ഒഴിവാക്കാനും. ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥികാര്യ വിഭാഗത്തിന് താത്തയുടെ വീട് പിടിച്ചു. പൈലറ്റ് പദ്ധതിക്കായി 55,000 യൂറോ സംഭാവനയായി നൽകി. ഇതുപയോഗിച്ച് സഹ്റാവിയിലെ 5 അഭയാർത്ഥി ക്യാമ്പുകളിലായി 25 വീടുകൾ താത്തെ പണിതു. ഒരു വീട് പണിയാൻ 6,000 കുപ്പികളാണ് വേണ്ടി വന്നത്. 4 പേരുള്ള ടീം ഒരാഴ്ച എടുത്താണ് ഒരു വീട് പണിതത്. വെള്ളപ്പൊക്കത്തിലും പിടിച്ചു നിൽക്കാൻ കെൽപ്പുണ്ട് ഈ വീടുകൾക്കെന്ന് താത്തെ പറയുന്നു. അൾജിയർ സർവകലാശാലയിൽ നിന്ന് റിന്യൂവബിൾ എനർജിയെക്കുറിച്ചുള്ള പഠനവും ലാസ് പാൽമാസ് സർവകലാശാലയിൽ നിന്ന് എനർജി എഫിഷ്യൻസിയിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് ഈ എഞ്ചിനീയർ. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറാസ്മസ് മാൻഡസ് ഗ്രാന്റാണ് ഊർജ്ജ പഠനത്തിന് സാമ്പത്തിക അടിത്തറയായത്. താത്തെ പണിത 25 വീടുകൾ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും അഭയാർത്ഥി ക്യാമ്പിലെ ഏറ്റവും പാവപ്പെട്ടവർക്കും നൽകാനാണ് UNHCRന്റെ തീരുമാനം. കൂടുതൽ വിദേശ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.